നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു BMW X1 കാറിന്റെ ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡ് ആണ്. ഈ വാഹനം നമുക്ക് നേരത്തെ പരിചയമുണ്ടാകും, കാരണം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വാഹനത്തിൽ തന്നെ ഒരു ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. വാഹനം വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഈ ഫോഗ് ലാമ്പിൽ അപ്ഗ്രേഡ് ചെയ്തു നമ്മൾ പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് ഒക്കെ ആക്കിയെങ്കിൽ കൂടി അതിന്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് എക്സൈറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. കാരണം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മുടെ ഫോഗ് ലാമ്പ് എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് മാത്രമേ ഉള്ളൂ. ഹെഡ്ലൈറ്റിന്റെ റേഞ്ചിലുള്ള വെളിച്ചം നമുക്ക് ഒരിക്കലും ഫോഗ് ലാമ്പിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലും ഫോഗ് ലാമ്പ് അപ്ഗ്രേഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൽ വരുന്ന പ്രൊജക്ടറിന്റെ ഒന്ന് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ പ്രാവശ്യം വാഹനം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു bi-LED പ്രൊജക്ടർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. അത്യാവശ്യം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള നല്ല ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് BMW. അപ്പോൾ നമ്മൾ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കുകയും അതിന്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു വലിയൊരു തടസ്സം മുന്നിൽ വന്നത്. കാരണം സാധാരണ ഹെഡ്ലൈറ്റുകളിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ടാണ് ഒരു ഹെഡ്ലൈറ്റ് കത്തുന്നത്. കാരണം അതിന്റെ ഷട്ടർ സിസ്റ്റത്തിനാണെങ്കിലും ഹെഡ്ലൈറ്റ് ഓൺ ആവാനും ഓഫ് ആവാനായിട്ടും 12 വോൾട്ട് സപ്ലൈ വരുന്നുണ്ടാവും. ഈ ഒരു വാഹനത്തിൽ ആകപ്പാടെ ഒരു സിംഗിൾ ലൈൻ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ. അതായത് ഹെഡ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ സപ്ലൈ മാത്രം. ബാക്കിയുള്ള എല്ലാം, അതായത് ഹെഡ്ലൈറ്റ് ഓൺ ആകുന്നത്, ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് സിഗ്നൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളിതിനെ ഒരു ഡീകോഡർ വെച്ചിട്ട് ഈ സിഗ്നൽ സിസ്റ്റത്തിനെ ഡീകോഡ് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തെടുത്തു. ആ സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ LED പ്രൊജക്ടർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 28 ഡേയ്സ് നമുക്കിവിടെ ഈ വാഹനം ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അത്രയും ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ എൻറ്റയർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ വാഹനത്തിൽ വരുന്ന ഒരു പ്രൊജക്ടറായിരുന്നു ഇതൊരു bi-LED സിസ്റ്റം തന്നെയാണ്. ഇതിന്റെ കുറച്ച് ഭാഗം ആ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിലനിർത്തേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറാണ് നമ്മുടെ വാഹനത്തിന്റെ അകത്ത് ഉണ്ടായിരുന്ന bi-LED പ്രൊജക്ടർ. ഇതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ വേറൊരു bi-LED പ്രൊജക്ടർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പിയറൻസിൽ ചെറിയ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെയുള്ള നമ്മുടെ പ്രൊജക്ടർ തന്നെയാണ്. പക്ഷേ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അത് നമ്മളുടെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് അതിന്റെ വർക്കിംഗ് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്, ബിഫോർ എന്തായിരുന്നു, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ ഒരു X1 കാറാണ് നമ്മൾ ഇന്ന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ഓൾറെഡി നമ്മൾ കസ്റ്റം ചെയ്തിരുന്നതാണ്. നമ്മുടെ പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ വാഹനം വന്നിരിക്കുന്നത് നമ്മുടെ ഹെഡ് ലാമ്പിലുള്ള പ്രൊജക്ടറിനെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പ്രൊജക്ടർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു bi-LED പ്രൊജക്ടറാണ്. 2 സെറ്റ് പ്രൊജക്ടർ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും വൺ സൈഡ് വരുന്നത് ഡമ്മിയാണ്. ഒരു സൈഡിൽ മാത്രമാണ് പ്രൊജക്ടർ ഉള്ളൂ. ഡിമ്മും ബ്രൈറ്റും അതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആ bi-LED സിസ്റ്റത്തിൽ ഡിമ്മും ബ്രൈറ്റും തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് AFS സിസ്റ്റം, അതായത് വെഹിക്കിളിലുള്ള ഒരു AFS സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. അതായത് മേലേക്കും താഴേക്കും പോകുന്നതിൻ്റെ കൺട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അത് വാഹനം ഓൺ ചെയ്യുന്ന സമയത്ത് നോർമലി അത് ചെക്ക് ചെയ്യുന്നതാണ്. എല്ലാം ഫങ്ഷണൽ, എല്ലാം ഓക്കെ ആണോ, വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു വാളിലുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ലൈറ്റ് ആദ്യം ഒന്ന് താഴേക്ക് പോകും, അതിന് ശേഷം മേലോട്ട് വന്ന് കറക്റ്റായിട്ട് സെറ്റാവും. അപ്പോൾ ഇതിനെ നമ്മൾ മെഷർ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു 1300 ലക്സ് ആണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ബിഫോർ കിട്ടുന്നത്. അതായത് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് LED പ്രൊജക്റ്റിൽ കിട്ടുന്നത് ലോ ബീമിൽ 1300 ലക്സസ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ അതിൻ്റെ ഹൈ ബീം നോക്കുകയാണെങ്കിൽ ഒരു 3100 ലക്സ് ആണ് ഹൈ ബീമിൽ കിട്ടുന്നത്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് കാണാം ഒരു ചെറിയ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോ ബീമിലെ ഔട്ട്പുട്ട് വളരെ മോശമാണ്. അപ്പോൾ ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെളിച്ചമുണ്ട്, പക്ഷേ ലോ ബീമിലാണ് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊജക്ടർ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, കുറച്ച് ദിവസത്തെ വർക്കിന് ശേഷമാണ് ഇതൊരു സക്സസ്ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീഷന് ശേഷമുള്ള ഒരു വീഡിയോസാണ് അല്ലെങ്കിൽ വ്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെൻസിലുള്ള ഒരു കളർ ചേഞ്ച് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മാറ്റവും ഹെഡ്ലൈറ്റിൽ പറയാനില്ല. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ആ പ്രൊജക്ടിൻ്റെ അകത്ത് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ്, അത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഡിഫറൻസ്, അതായത് അപ്പിയറൻസിൽ വരുന്ന ഒരു ഡിഫറൻസ്. ബാക്കിയെല്ലാം എങ്ങനെയാണോ വന്നിരുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ലോ ബീമിൻ്റെ ഫോഗ് ലാമ്പ് പ്രൊജക്ടറുണ്ട്. ലോ ബീമിൽ bi-LED പ്രൊജക്ടറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്നത് bi-LED ആയിരുന്നു, അത് തന്നെ നമ്മൾ മാറ്റി ഇപ്പോഴും വെച്ചിരിക്കുന്നത് ഒരു bi-LED സിസ്റ്റം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടിൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ട്. അപ്പിയറൻസിൽ ഞാൻ ആദ്യമേ പറഞ്ഞോണം വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വന്നിട്ടില്ല. അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നമ്മുടെ വാഹനത്തിന് ഒരു രൂപമാറ്റമോ അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിലുള്ള ചേഞ്ചോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ട് മാച്ച് ആവണം. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന പ്രോസസ്സ് എന്തായാലും അല്ലെങ്കിൽ അപ്പിയറൻസ് കൊണ്ട് അത് മാച്ച് ആയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ലുക്സിനെയോ അങ്ങനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക്
ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം അപ്പിയറൻസിൽ മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു, ഏതാണ്ട് ഒരു സ്റ്റോക്ക് ലുക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി കാണേണ്ടത് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ ഏഞ്ചൽ ലൈറ്റ്സ് ആണ് വരുന്നത്. BMW-ൻ്റെ ആ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള ഏഞ്ചൽ ലൈറ്റ്സ് രണ്ടും കത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നത്. ഇഗ്നിഷൻ ഓൺ ആയി കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗ്ലോ ആവും. അതിന് ശേഷമാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആയി വരുന്നത്. അപ്പോൾ നമ്മുടെ ലോ ബീം ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ എല്ലാം കാണുന്നത്. വളരെ ഷാർപ്പായിട്ട് ഉള്ള ഒരു കട്ട് ഓഫ് പാറ്റേൺ തന്നെയാണ് നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത്. ആ താഴേക്കുള്ള കവറേജ് ആണെങ്കിലും വളരെ ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹൈ ബീം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. 2 പോയിന്റുകളായിട്ടാണ് ഹൈ ബീം വരുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് നമുക്ക് ഹൈയിലും ലോയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും, അല്ലെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് വേണ്ടിയിരുന്നതും. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ലോ ബീമിലുണ്ടായിരുന്ന മെഷർമെൻറ്റുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്കൊരു 1300 ലക്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു 4000 ലക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ലോ ബീമിൽ. നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത്. ഹൈ ബീമിൽ നമുക്കൊരു 3000 ഉണ്ടായിരുന്നത് ഒരു 4200 റേഞ്ചിലേക്കാണ്. ഭയങ്കരമായ ഡിഫറൻസ് അല്ലെങ്കിൽ കൂടി അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള ഡിഫറൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിനൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനി നമ്മളിതിൻ്റെ പുറത്തുള്ള വിഷൻസാണ് നോക്കുന്നത്. ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഫോഗ് ലാംപ്സ് ഓണായി നിൽക്കും. നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ഫോഗ് ലാമ്പാണ് ഇപ്പോൾ ഓണായിരിക്കുന്നത്. അതിൻ്റെ മാത്രം വെളിച്ചമാണ്. ഫോഗ് ലാമ്പിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചേഞ്ച് ഉണ്ട്. അന്ന് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് കൂടാതെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഫോഗ് ലാമ്പിൻ്റെ താഴെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കളർ ടെമ്പറേച്ചറുള്ള വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചേഞ്ചാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മാറ്റം. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ളൊരു സാഹചര്യമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഹനം ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ റോഡ് നല്ല രീതിയിൽ നല്ല തെളിഞ്ഞ് കാണാം. നമ്മൾ സാധാരണ എടുക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് പോലെയല്ല, വീഡിയോസിലേക്കാളും വളരെ വ്യക്തമായിട്ട് റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹൈ ബീം ആണെങ്കിലും വളരെ പവർഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കളർ ടെമ്പറേച്ചർ വന്നിട്ട് ഒരു 5000 കെൽവിനാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കളർ ടെമ്പറേച്ചർ വരുന്നത്. അതായത് കുറച്ചുകൂടെ വൈറ്റിഷാണ്. പക്ഷേ നമ്മുടെ താഴെ കിടക്കുന്ന ഫോഗ് ലാമ്പിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വാം വൈറ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ കൂടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ ലോ ബീമും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഔട്ട്പുട്ടാണ് കാണുന്നത്. പക്ഷേ ഹൈ ബീമിൽ ഹെഡ് ലാമ്പിൻ്റെ ഹൈ ബീം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഫോഗ് ലാമ്പിലേക്ക് ഹൈ ബീമിൻ്റെ സപ്ലൈ കൊടുത്തിട്ടില്ല. അത് പെർമനൻ്റ് ആയിട്ട് ലോ ബീം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്തായാലും നമ്മുടെ റോഡിൻ്റെ വിസിബിലിറ്റി എക്സലൻ്റ് ആണ്, ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ വിസിബിളാണ്. അതുപോലെ എതിരെ വരുന്ന വാഹനങ്ങളെ ഒന്നും ഹേർട്ട് ചെയ്യാതെ നമ്മുടെ ഹൈറ്റും എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു രീതിയിലും എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് നമ്മുടെ വിഷൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഒരു കാർ അതിൽ ക്രോസ് ചെയ്ത് പോകുന്ന ചില സമയങ്ങളിൽ അവരുടെ വിഷനിലേക്ക് പോകുന്നുണ്ട്. കാരണം രണ്ട് റോഡിൻ്റെയും ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് ആ വെളിച്ചം എതിരെ വരുന്നവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫൊക്കെ ആണെങ്കിലും മെർജ് ചെയ്യുന്നത് വളരെ നീറ്റായിട്ട് തന്നെ മെർജ് ആവുന്നുണ്ട്. അതായത് രണ്ടും കൂടെ മെർജായി ഒരു സിംഗിൾ കട്ട് ഓഫിലേക്ക് എത്തുന്നുണ്ട് ഫ്രീ ഫ്ലോ വരുന്ന സമയത്ത്. ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും സൈഡിൽ കിടക്കുന്ന വാഹനങ്ങളുടെ ഒന്നും വിൻഷീൽഡിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഒന്നും വിൻഷീൽഡിൻ്റെ ലെവലിലേക്ക് നമ്മുടെ ലൈറ്റ് പോകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയ്ക്ക് അല്ലെങ്കിൽ എതിരെ വരുന്നവർക്ക് ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലല്ല നമ്മുടെ ലൈറ്റ് ത്രോ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൈ ബീം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഹൈ ബീം തന്നെയാണ് കാണുന്നത്. കാര്യം കളർ ടെമ്പറേച്ചർ കുറച്ച് വൈറ്റിഷ് ആണ് എങ്കിൽ കൂടി നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. കാരണം താഴത്തെ നമ്മുടെ ലോ ബീമിനെ സപ്പോർട്ട് ചെയ്ത് ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും കട്ട് ഓഫ് ലൈൻസ് നമ്മുടെ ആ വാളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് കുറച്ച് വൈറ്റിഷാണ്, ഞാൻ ആദ്യം പറഞ്ഞു. കളർ ടെമ്പറേച്ചർ രണ്ടും 2ആണ്. പക്ഷേ നമുക്കിവിടെ ഒരു പോസിബിലിറ്റി അത് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു LED സിസ്റ്റത്തിലേക്ക് പോകാനായിട്ടുണ്ടായ കാരണം. ഇതിൻ്റെ ഫോഗ് ലാമ്പ് മാത്രം, നമ്മുടെ 4300 കെൽവിനുള്ള ഫോഗ് ലാമ്പ് മാത്രം, നമ്മൾ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ, ഇത് മാത്രമായിട്ടുള്ള വീഡിയോ ആദ്യം ചെയ്തതാണ് എങ്കിൽ കൂടി ഇപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് മാത്രമാണ് ഓൺ ആക്കിയിട്ടുള്ളൂ. ഹെഡ്ലൈറ്റ് ഓഫായിരിക്കുന്ന ഒരു വിഷ്വൽസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോഗ് ലാമ്പ് കുറച്ച് ഉയരത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേഞ്ചിൽ വെളിച്ചം പോകുന്നുണ്ട്. നല്ല ത്രോ കിട്ടുന്നുണ്ട് ഫോഗ് ലാമ്പിന് തന്നെ. ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹെഡ് ലാമ്പ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ കളർ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ആ ഒരു വാം വൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ വൈറ്റ്നസ് കൂടി നമ്മുടെ ലോ ബീമിലേക്കും അതുപോലെ തന്നെ ഫോഗ് ലാമ്പിലേക്കും മിക്സ് ആയിട്ട് നമ്മുടെ വാം വൈറ്റും കുറച്ചുകൂടെ മിൽക്കി വൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഒരു 5500 റേഞ്ചിലാണ് നമ്മുടെ ഹൈ ബീമിൻ്റെ, അതായത് LED പ്രൊജക്ടറിൻ്റെ കളർ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് മിക്സ് ആകുന്നുണ്ട്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ കാണുന്നത്.
എന്തായാലും നമ്മൾ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ആയി. അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമറാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആളും വളരെ ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ലൈറ്റ് അപ്ഗ്രേഡ്. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.